എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു KJ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചാലക്കുടിയിൽ ചെയ്തിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടിന്റെ ഹോം ടൂർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു വീടിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറും കാണിക്കൽ മാത്രമല്ല, ഈ വീടിന്റെ ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഈ വീടിന്റെ പ്ലാനും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ ഒന്നും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീടിന്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിന്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ബഡ്ജറ്റിനെ പറ്റി നോക്കാം. ഈ ബഡ്ജറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ഈ വീടിന്റെ ഫ്രണ്ടും അതുപോലെ ഇതിന്റെ ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും പുട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ വീടിന്റെ ലിവിംഗ് ഹാളിലും അതുപോലെ ഡൈനിങ് ഹാളിലും ചെറുതായിട്ട് ജിപ്സം സീലിംഗിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു പറയുന്ന ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു വീടിന്റെ കട്ടിലും ജനലും കാര്യങ്ങളൊക്കെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി വന്ന ചിലവാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാർക്ക വരെ എത്ര ചിലവൊന്നും നോക്കാം. വാർക്ക വരെ ഈ ഒരു വീട് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നതാണ് ചിലവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 12.5 ലക്ഷം രൂപയാണ്. പിന്നെ ഈ ഒരു വീട് തേച്ചിടാവുന്ന ഒരു ലെവൽ വരെ എത്തിയപ്പോൾ നമുക്കൊരു 15.5 ലക്ഷം രൂപ ചിലവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഈ വീട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ നമുക്കൊരു 23 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു വീട് 2022 പണി തുടങ്ങിയിട്ട് ഒരു 2023 അവസാനിക്കുന്ന രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം പീരീഡിലുള്ള ഒരു ചിലവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു വീട് 2024 അവസാനത്തിൽ പണിയാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ ബഡ്ജറ്റിനായാലും കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.